നമസ്കാരം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഒപ്പം എൻ്റെ ഈ ഓഡിയോയും ഒന്ന് കേൾക്കുക. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ പറയാം. ഇത് കളത്തുകുണ്ടിൽ മാളുവിൻ്റെ മകളുടെ വീടാണ്. ഇത് ലൈഫിൽ നിന്നും കിട്ടിയുള്ള വീടാണ്, ലൈഫിൻ്റെ പദ്ധതിയിൽ കിട്ടിയുള്ള വീടാണ്. അപ്പോൾ ഇത് ആ ലൈഫിൻ്റെ പദ്ധതിയിലെ ബഡ്ജറ്റ് ഇതോടെ അവസാനിച്ചു. ഇങ്ങനെ തറപ്പണി കഴിഞ്ഞു, പിന്നെ കട്ടില ജനൽ വെച്ചു, മെയിൻ വാർപ്പ് കഴിഞ്ഞു, ബാക്കിയുള്ള പണികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. അപ്പോൾ ഇത് ആ മാളുവിൻ്റെ മകളാണല്ലോ. മകൾക്ക് 2 മക്കളുണ്ട്. അതിനെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുള്ളത് തമിഴ്നാട്ടിലേക്കാണ്. അപ്പോൾ അങ്ങോട്ട് അതിനെ നോക്കണില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നാട്ടുകാരാണ് ചിലവിന് കൊടുക്കുന്നത്. നാട്ടുകാർ ചിലവില്ല. ഒരു 1000 റുപ്യക്ക് ഒരു സഹോദരൻ മനോജിൻ്റെ കടയിൽ എല്ലാ മാസവും 1000 റുപ്യയുടെ സാധനം ഈ പെണ്ണിനും കുട്ടിക്കും കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു കുടിവെള്ള പദ്ധതിയിൽ നിന്ന് എല്ലാവരും 12 ആൾ കൂടിയിട്ട് അവറ്റക്കുള്ള വെള്ളത്തിൻ്റെ പൈസ 12 ആൾ കൂടിയിട്ട് അടക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാട്ടുകാരാണ് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീട് അവറ്റക്കൊന്ന് കയറി താമസിക്കണമെന്ന് വെച്ചാൽ 2 പുറം വാതിൽ വെച്ച് ജനൽ വെച്ച് തേച്ച് കറണ്ട് എടുത്ത് കക്കൂസിൻ്റെ പണി കഴിച്ച് അടുക്കളയൊക്കെ പണി കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവറ്റക്ക് ഇതിൽ കയറി താമസിക്കാം. വേറെ ഇപ്പോൾ പറയത്തക്ക കുടുംബക്കാരൊന്നുമില്ല. അപ്പോൾ ആ പെണ്ണിൻ്റെ അമ്മാവൻ്റെ മക്കളൊക്കെയാണ് ഉള്ളത്. അവരെ കൊണ്ട് കഴിയുന്ന മാതിരി അവരും ചെയ്യാം. പിന്നെ വാപ്പ 2ാമത് കല്യാണം കഴിച്ചതിലുള്ള ഒരു ആങ്ങളെ ഉണ്ട്. അപ്പോൾ അവൻ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ പ്ലംബിങ്ങും വയറിങ്ങും അവൻ ചെയ്തു തരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറേശ്ശല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ അത് ചെയ്തു തരാമെന്നുള്ള വിവരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പണികൾ നല്ലൊരു മുകളിൽ പരിക്കിടണം, പാരപ്പറ്റി കെട്ടണം, താബൂക്ക് വേണം. അപ്പോൾ അങ്ങനെ അതിന് ഞാൻ ഓരോരുത്തരെയും സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ചൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ഗ്രൂപ്പിലിടുമ്പോൾ കഴിയുന്ന ആൾക്കാർ കഴിയുന്ന മാതിരി എല്ലാ സഹായങ്ങളും ഉണ്ടാവണം. അവരൊക്കെ ആ പിഞ്ചു മക്കൾ, ഒരു കുട്ടിക്ക് 4 വയസ്സും 1-ന് 9 വയസ്സാണ് പ്രായം. അപ്പോൾ അവറ്റകളെ ഇതിനുള്ളിൽ കയറി താമസിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അപ്പോൾ നാട്ടുകാർ എന്നുള്ള നിലക്ക് നമുക്ക് കഴിയാവുന്ന രീതിയിൽ എല്ലാവരുടെ സഹായവും ഉണ്ടാവണം കേട്ടോ. ദൈവാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും.